ഏറ്റവും പുതിയ ഡിക്കാപ്രിയോ ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ഈസ് എ വൈൽഡ് റൈഡ്. വൈൽഡ് എന്ന് പറഞ്ഞാൽ വൈൽഡോട് വൈൽഡാണ്. കാരണം ഈ സിനിമയുടെ കോൺസെപ്റ്റ്, ഇതിൻ്റെ ആ ഒരു സ്റ്റോറി ലൈൻ പോകുന്ന പോക്ക് തന്നെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. നമ്മൾ ഫുൾ ടൈം ഇതിൽ എൻഗേജ്ഡ് ആയിട്ട് ഒരു പക്കാ ത്രില്ലർ സാധനം. എനിക്ക് ത്രില്ലറായിട്ട് തന്നെയാണ് തോന്നിയത്. ഇതൊരു ആക്ഷനാണ്, കോമഡിയാണ്, ഡ്രാമയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ജോണർക്ക് ഒരുപാട് കിടക്കുന്നുണ്ട്. എനിക്കിതൊരു പക്കാ ത്രില്ലറായിട്ടാണ് ഫീൽ ചെയ്ത് സ്റ്റാർട്ട് ടു എൻഡ്. ഈ സിനിമ ഒരിക്കലും ഒരു മിനിറ്റ് നമുക്ക് സ്പേസ് തരില്ല, ഒരു ബ്രീത്തിങ് സ്പേസ് വിടാതെ പോകുന്ന ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ. ചെറിയൊരു കാര്യമാണ് സിനിമയിൽ കാണിച്ചു തരിക. ഒരു ഇവൻറ്റ് അത് അടുത്തേക്ക് പോകുന്നു, അത് കാരണം അടുത്ത് വരുന്നു എന്ന് പറഞ്ഞു ഒരു ചെയിൻ ഓഫ് ഇവൻ്റാണ് ഈ സിനിമയിൽ നടക്കുക. സോ സിനിമയിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സിനിമ കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ത്രൂ ഔട്ട് നമ്മൾ ഈ സിനിമയിൽ ഫുൾ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നിട്ട് കാണണം. എന്നാൽ ഒട്ടും മനസ്സിലാവാത്ത ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ്. ഒരു മാൻ ഹണ്ടും പരിപാടിയൊക്കെയാണ് സിനിമയിൽ കാണിച്ചു തരിക. സോ അത് എന്താണ് ഏതാണെന്ന് അറിയാതെ തന്നെ കണ്ടു. അപ്പോൾ ഞാനിത് കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ സിനോപ്സിസ് എന്താണെന്നറിയില്ല, ഇതിൻ്റെ ട്രെയിലർ എന്താണെന്ന് കണ്ടിട്ടില്ല. ജസ്റ്റ് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മാത്രമേ എനിക്ക് അറിയണ്ടായിരുന്നു. സോ ഒന്നും അറിയാതെ ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ ഈ പടത്തിന് കയറിയത്. ആൻഡ് ദാറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാം. കാരണം ഇതിനെപ്പറ്റി ഒരു പക്ഷേ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സീനുകളൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവും. സോ ഇത് കഴിഞ്ഞ് അടുത്തത്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന ചില സീക്വൻസുകളൊക്കെ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ ഇതുപോലെ ഒന്നും അറിയാതെ കാണുകയാണെങ്കിൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് തീർച്ചയാണ്. സീൻപിൻ ഉൾപ്പെടെ, ഡിക്കാപ്രിയോ ഉൾപ്പെടെ വന്നു പോയിട്ടുള്ള എല്ലാവരും കിടിലം പെർഫോമൻസ്. അതുപോലെ ഒരു പെൺകുട്ടി പേരറിയില്ല, ഒരു 16 വയസ്സൊക്കെ ആയിട്ടുള്ള വേറെ ലെവൽ പെർഫോമൻസ്. ഡിക്കാപ്രിയോ ഒക്കെ ഇതിന് മുമ്പ് പില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ ആ പടത്തിൽ അങ്ങേരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നെങ്കിലും പടം മൊത്തത്തിൽ എനിക്കൊരു ഭയങ്കര ഇഴഞ്ഞു പോകുന്നൊരു പടമായിട്ടാണ് ഇത് ഫീൽ ചെയ്തത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ത്രില്ലറാണ്, പക്കാ ത്രില്ലർ. ഒരു സീറ്റഡ് സാധനം എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയല്ല. അതിൻ്റെ ഇടയിൽ കുറേ കോമഡിയും അങ്ങനത്തെ കുറേ ഡ്രാമയും കുറേ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും ത്രൂ ഔട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒരു ത്രില്ലർ പോലെയാണ്. ചില പോയിൻ്റൊക്കെ നമ്മൾ ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ ഒരു പ്രീ ക്ലൈമാക്സ് ഒക്കെ എത്തുന്ന സമയത്ത് ഭയങ്കര അധികം എൻഗേജിങ് ആയിട്ട് ഈ സിനിമ ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ മാത്രമല്ല, അല്ലാതെ മൊത്തം. സോ ഒരു കംപ്ലീറ്റ് ജേർണി, എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടും. ഒരു 2.25 മണിക്കൂറിൻ്റെ ഈ പടം. എൻ്റെ ആ 2.25 മണിക്കൂറിൽ ഒരു ചെറിയ കുട്ടി ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ, ആ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുള്ളത്, ആ കുട്ടിയുടെ ഒരു 16 വർഷം കഴിഞ്ഞിട്ട്, അങ്ങനെ ഒരു വലിയൊരു കമ്മിങ് ഓഫ് ഏജ് പോലെ നമുക്ക് വേണമെങ്കിൽ പറയുമ്പോൾ അങ്ങനത്തെ ഒരു സാധനത്തിനെ വളരെ കൺസൈസ് ചെയ്ത് എന്നാൽ നമുക്കത് ഫീൽ ചെയ്യിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ ലെയ്മനായിട്ട് ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു സാധാരണക്കാരന് പോലും, നമ്മൾ അധികം ഹോളിവുഡ് സിനിമകളൊന്നും കാണാത്ത ആൾക്ക് പോലും, ഇതിൻ്റെ സബ് ടൈറ്റിൽ പോലും ഈ സിനിമയ്ക്ക് ആവശ്യമില്ല. നമുക്ക് കണ്ടിട്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവും, ജസ്റ്റ് വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ തന്നെ. സോ അത്ര അടിപൊളിയായിട്ട് നമ്മൾ ആ ക്യാരക്ടേഴ്സിൽ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റഡ് ആയിട്ടാണ് ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ പോകുക. ഒരുപാട് ക്യാരക്ടേഴ്സൊന്നുമില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ. അവർ തമ്മിലാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ റൊട്ടേഷൻ വരിക. ആൻഡ് വില്ലൻ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ആൾ വരുന്നതിന് ഒരു മോട്ടീവ് ഉണ്ട് എന്നൊക്കെ വരുന്ന സമയത്ത് വില്ലൻ പവർഫുൾ ആകുന്ന സമയത്താണ് നമുക്ക് ഇതിൽ ഹീറോ വില്ലൻ എന്നൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വില്ലൻ ഉണ്ട്, പക്ഷേ ഇതിൽ ആക്ച്വലി ഒരു ഹീറോയോ അങ്ങനത്തെ ഒന്നുമില്ല. ഒരു മെയിൻ ഈ ഒരു ആൻറ്റഗോണിസ്റ്റ് വേഴ്സസ് ബാക്കി എല്ലാവരും എന്നുള്ള ഒരു സെറ്റപ്പാണ് ഈ സിനിമയിൽ. സോ അങ്ങനെ തന്നെ ഈ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റിലല്ല ഈ സിനിമയുടെ സ്ട്രക്ചറിങ് മൊത്തം. നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമുക്ക് വരിക, നമ്മൾ തീരെ പ്രൊഡിക്റ്റ് ചെയ്യാത്ത, എന്താ അടുത്ത് നടക്കാൻ പോകണമെന്ന് നമുക്ക് പോലെ അറിയാത്ത ഇവരുടെ ജോണി. എന്നാൽ നമുക്ക് വലിയ തരത്തിൽ ഈ ക്യാരക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ആകുമെന്ന് ചോദിച്ചാൽ അങ്ങനെയുമില്ല. എങ്കിലും ചില സമയത്തൊക്കെ ചില ഇമോഷൻസ് ഒക്കെ പിടിക്കുക. ഒരു അച്ഛനാണ്, ആ ഒരു ക്യാരക്ടറിന് മകളോട് തോന്നുന്ന ഇമോഷൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അവസാന സമയത്തൊക്കെ കൺവേ ചെയ്യുന്നുണ്ടെങ്കിലും അതുവരെ നമുക്ക് വേറൊന്നും ആലോചിക്കാൻ വിടില്ല. ആ രീതിയിൽ ഭയങ്കര എൻഗേജിങ് ആയി, ത്രൂ ഔട്ട് ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഞാൻ ഈ അടുത്ത് കണ്ട ഒരു കിടിലം പടമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ടുനോക്കുക. നമ്മുടെ ഇന്ത്യയിലൊക്കെ, ഐ തിങ്ക് കേരളത്തിൽ മലയാള സബ് ടൈറ്റിലോടെയാണ് സിനിമ വന്നിട്ടുള്ളത്. ഞാൻ കാണുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതിനേക്കാൾ കൂടുതൽ തിരക്ക് ആനിമിക്ക് ഉണ്ടായിരുന്നു, ചെയിൻസോ മാൻ്റെ മറ്റേ റീസി ആർക്കിന്. സോ അത് മോശമൊന്നുമല്ല, ഇത് കണ്ടുവെക്കുക. ഇത് കിടിലം പടമാണ്. ആൻഡ് ഐ തിങ്ക് പോൾ തോമസ് ആൻഡേഴ്സൺ ആയത് കാരണം എല്ലാവരും ഈ സിനിമയ്ക്ക് കയറാൻ ചാൻസ് ഇല്ല. പേഴ്സണലി എനിക്കും ഇങ്ങനെയുടെ എല്ലാ ഫിലിമോഗ്രഫി, ടു ബി ഹോണസ്റ്റ്, എനിക്ക് ഇങ്ങനെയുടെ എല്ലാ പടങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല. ചിലതൊക്കെ ഇഷ്ടമാണ്, പക്ഷേ മൂപ്പരുടെ ഫിലിമോഗ്രഫി ചിലവർക്ക് ഇഷ്ടമാവും. ഓക്കെ മോഡലുള്ള സാധനമാണ്. ചിലതൊക്കെ നല്ല ഗംഭീര പടങ്ങളുണ്ട്, ചിലതൊന്നും എനിക്ക് തീരെ ദഹിക്കാത്തതുണ്ട് എനിക്ക് പേഴ്സണലി. പക്ഷേ ഈ സാധനം എനിക്ക് നന്നായി വർക്കായി. എനിക്ക് ഒരു പക്കാ ത്രില്ലർ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കേണ്ട, നമുക്ക് വെറുതെ റിലാക്സായി സിമ്പിളായിട്ട് ഈ ഒരു ക്യാരക്ടേഴ്സിന് എന്ത് നടക്കുമെന്ന് അറിയാതെ നമ്മളിങ്ങനെ കണ്ടിരിക്കില്ല, നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അൺഫോൾഡ് ചെയ്ത് നമ്മളൊന്നും ചെയ്യേണ്ട, അവരിങ്ങനെ ചെയ്തോളും. പക്ഷേ കംപ്ലീറ്റ്ലി നമ്മൾ അവരിൽ ഇൻവെസ്റ്റ് ഇനി അവർക്ക് എന്ത് നടക്കും, ഇവർക്ക് എന്ത് നടക്കും, ഇവിടെ എന്ത് നടക്കും, ഇപ്പുറത്ത് എന്ത് നടക്കും എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ട് ഒരു കംപ്ലീറ്റ്ലി ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു പക്കാ സാറ്റിസ്ഫാക്ഷനോടെയാണ് ഞാൻ ഈ സിനിമ കണ്ട് പുറത്തിറങ്ങിയത്.
ഇതേ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ട്രെയിലറോ ടീസറോ ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ ഇതിൻ്റെ കഥ എന്താണെന്ന് അറിയാതെ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ട് കയറി നോക്കുക, ഒരു കിഡിലിൻ എക്സ്പീരിയൻസ് ആയിരിക്കും. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. എന്നെ സംബന്ധിച്ച് ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് പടങ്ങളിലൊന്നും വേണമെങ്കിൽ പറയാം. ഒരു മസ്റ്റ് വാച്ച് ആയിട്ട് നല്ലൊരു പാക്ക ത്രില്ലർ, നല്ല ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, ഒരു എക്സാഗ്രേറ്റ് ആയിട്ടുള്ള ഒന്നും കാണിക്കാത്ത, ഭയങ്കര അൾട്രാ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നാടൻ ത്രില്ലർ കണ്ട എങ്ങനെ ഉണ്ടാവും ആ രീതിയിലുള്ള ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. സോ തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടുപോകുക. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.